എത്ര കറുത്ത ചുണ്ടാണെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് നമുക്കത് മാറ്റി നല്ല പിങ്കിഷ് ലിപ്സ് കിട്ടും എന്നതിൻ്റെ ഒരു ലൈവ് റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഒറ്റ പാക്ക് മാത്രം മതി നമ്മുടെ ചുണ്ട് നല്ലോണം പിഗ്മെൻറ്റേഷനൊക്കെ പോയി ഡ്രൈനെസ്സൊക്കെ പോയി നല്ല സോഫ്റ്റ് പിങ്കിഷ് ലിപ്സ് കിട്ടും. ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഇപ്പോൾ കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് കണ്ട് ഇതേപോലെയൊക്കെ വരുന്ന ചുണ്ടിൽ വരുന്ന ഡാർക്ക് പിഗ്മെൻറ്റേഷൻ. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജും വരാനുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ചുണ്ടിലെ ഡാർക്ക് പിഗ്മെൻറ്റേഷൻ മാറ്റാൻ എന്തോ ഉണ്ടൊരു വഴി, രണ്ട് സൈഡിൽ നല്ലോണം ചുണ്ടിൽ ഡാർക്ക് പിഗ്മെൻറ്റേഷൻ വരുന്നുണ്ട്, എങ്ങനെ ഒന്ന് മാറ്റിയെടുക്കും. അല്ലാണ്ട് വാട്സപ്പിലൊക്കെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2-3 വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. സോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ ചുണ്ടിലെ ഡാർക്ക് പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി അത്യാവശ്യം നല്ലൊരു പിങ്കിഷ് ലിപ്സ് കിട്ടുന്ന ഒരു ഇൻസ്റ്റൻറ്റ് പാക്കുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ തന്നെയുള്ള കുറച്ച് ഐറ്റംസേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. എനിക്ക് തൊണ്ടയിൽ കിച്ചുണ്ട്, അതുകൊണ്ട് ഇടയ്ക്ക് സൗണ്ടിനൊരു വല്ലായ്മ ഉണ്ട് കേട്ടോ. അപ്പം എന്താണ് നിങ്ങളിത് ഫുള്ളൊന്ന് കണ്ടു നോക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വന്നിട്ട്. അപ്പം ഇനി ആരും ചുണ്ടിലെ ഡാർക്ക് പിഗ്മെൻറ്റേഷൻ കാരണം അയ്യോ ഇനിയിപ്പോൾ എൻ്റെ ചുണ്ട് മാത്രമാണല്ലോ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ പുറത്ത് ടെൻഷനൊന്നും അടിക്കേണ്ട, നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇങ്ങനെ വരാൻ പല റീസൺസ് ഉണ്ട്. നമ്മളിപ്പോൾ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറവാണെങ്കിലും പിന്നെ നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തില്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനത്തെ ഡാർക്ക് പിഗ്മെൻറ്റേഷൻ വരുന്നത്. സോ അപ്പോൾ നമുക്ക് ഒരുവിധം നമ്മുടെ ഒരു ഡാർക്ക് പിഗ്മെൻറ്റേഷൻ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അടുക്കളയുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സോ അപ്പോൾ എന്തായാലും ഒട്ടും താമസിപ്പിക്കാതെ ഞാൻ പറഞ്ഞ് ലാഗ് എടുപ്പിക്കാതെ നമ്മുടെ വീട്ടിലോട്ട് പോയാലും എന്തായാലും ഫുള്ളൊന്ന് കണ്ടുവന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സോ അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോഴത്തെ ഒരു ചൂടും വെയിലും കാരണം എൻ്റെ ചുണ്ട് നല്ലോണം പിഗ്മെൻറ്റ് അടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ചില ടൈമിൽ വീഡിയോ എടുത്തിട്ട് പ്രോപ്പറായിട്ട് ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്യാതെ തന്നെ ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ നമ്മുടെ ഒരു വീഡിയോ എടുക്കുന്നത്. എന്നാലേ നിങ്ങൾക്ക് അതിന് റിസൾട്ട് എത്രത്തോളം കിട്ടുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ബിഫോറും എൻ്റെ ആഫ്റ്ററും നിങ്ങൾ ലാസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് സ്ക്രബിംഗ് ആണ്. അപ്പോൾ സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് നോർമൽ ഉപ്പും മറ്റേ കല്ലുപ്പല്ല അല്ലാണ്ടുള്ള തരിതരിയായിട്ടുള്ള ഉപ്പും പിന്നെ ഒരു ലെമണിൻ്റെ പകുതിയായിട്ട് എടുക്കുന്നുണ്ട്. ആ ലെമൺ ജ്യൂസ് നമ്മൾ പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുക്കും. പിന്നെ ആ ലെമൺ ജ്യൂസ് എടുത്തതിന് ശേഷം ഉള്ളത് നമ്മൾ സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് എടുക്കും കേട്ടോ. നമ്മുടെ ചുണ്ട് നല്ലോണം ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്താണ് നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ പോകാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു സ്ക്രബിങ് വന്നിട്ട്. ഭയങ്കരമായിട്ട് അമർത്തല്ല, ഞങ്ങളുടെ വീഡിയോ ഭയങ്കര ഫാസ്റ്റ് ഇട്ടുകൊണ്ടാണ് ഭയങ്കര പെട്ടെന്ന് ഇങ്ങനെ ഫാസ്റ്റ് പോലെ തോന്നുന്നത്. നിങ്ങൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ചെയ്യാവുക, കാരണം ചുണ്ട് ഇച്ചിരി ഭയങ്കര സോഫ്റ്റ് സെൻസിറ്റീവ് ഏരിയ ആണല്ലോ. നമ്മളിങ്ങനെ അമർത്തിക്കഴിഞ്ഞ് നമുക്ക് ചുണ്ടിൽ തൊലി വീണ്ടും പൊട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ക്രബിങ് ചെയ്തിട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ചുണ്ടിൽ ആ ഒരു ഭയങ്കര റിസൾട്ട് തന്നെ വരുന്നുണ്ട്. നമ്മുടെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റി ഒന്ന് സോഫ്റ്റ് ആവാനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ക്രബിങ്ങിന് ശേഷം അടുത്ത പാക്കാണ്. സ്ക്രബിങ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും റിസൾട്ട് കിട്ടുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായ പാക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അപ്പച്ചട്ടിയോ എന്തെങ്കിലും ഒരു പാത്രം എടുത്ത് നമ്മളിങ്ങനെ ഇരുമ്പിൻ്റെ പാത്രം എടുത്തിട്ട് അടുപ്പി വെച്ചിട്ട് അതിലേക്ക് ലേശം ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഉലുവാപ്പൊടി ഇല്ലെങ്കിൽ നോർമൽ ഉലുവ എടുത്ത് വറുത്തിട്ട് അത് പൊടിച്ചാലും മതി കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ലേശം നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് വട്ടം ചെയ്തപ്പോൾ ഞാൻ ഗ്യാസ് ഓണാക്കി വെച്ചിട്ട് അങ്ങോട്ടൊന്ന് പോയപ്പോഴേക്കും ഇത് മൊത്തത്തിൽ കരിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നും കൂടെ ചെയ്ത് കുറച്ച് ഉലുവയും കുറച്ച് മഞ്ഞളും ഇട്ടിട്ട് എന്തോ എൻ്റെ അശ്രദ്ധക്കുറവും ഉണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമതും അതേ രീതിയിൽ കുറച്ച് ഉലുവ എടുത്ത് ചൂടായി വന്നപ്പോൾ അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എത്രത്തോളം അതിൻ്റെ കളർ മാറണമെന്ന്. അത്രയും മാത്രം മാറിയാൽ മതി. കൂടുതൽ ഓവറായി പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും എൻ്റെ കൂട്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലോയിൽ വെച്ചിട്ട് മാത്രം ഇളക്കിയാൽ മതി. കുറച്ച് കഴിയുമ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു കളറിൽ നമുക്ക് കിട്ടും. എന്നിട്ട് ആ ഗ്യാസ് അങ്ങ് ഓഫ് ആക്കിയിട്ട് ആ പാത്രത്തിട്ട് ഒന്നും കൂടെ നല്ലോണം ഇളക്കിയാൽ മതി. ഗ്യാസ് ഓണാക്കി വെച്ചിട്ട് ഇളക്കാൻ നിൽക്കേണ്ട. ഗ്യാസ് ഓണാക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കൈ എടുക്കാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കൈ എടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം മാത്രം ഭയങ്കരമായിട്ട് ഇങ്ങനെ കരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് നമുക്ക് ഏകദേശം ഈ ഒരു കളർ കിട്ടും. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് എടുക്കാം. പിന്നെ നമുക്ക് അതിനകത്ത് മെയിനായിട്ട് ആഡ് ചെയ്യേണ്ട വന്നിട്ട് ഹണിയാണ്. ചെറുതേനെടുക്കാം അല്ലാണ്ട് തേനെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ സ്ക്രബിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത നാരങ്ങയില്ല, അപ്പം ആ നാരങ്ങ ഫസ്റ്റ് ജ്യൂസ് എടുത്തതിന് ശേഷമാണ് അത് സ്ക്രബ് ചെയ്യാൻ വേണ്ടി എടുത്തത്. ജസ്റ്റ് ഒരു നാരങ്ങ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ പകുതി നീര് മാത്രം മതി. അതും കൂടെ നീര് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ഉലുവാപ്പൊടിയും നമ്മുടെ മഞ്ഞൾപ്പൊടിയും വന്നിട്ട് നമ്മുടെ ചുണ്ടിലെ ഡാർക്ക്നെസ്, പിഗ്മെൻറ്റേഷൻ, ഡ്രൈനെസ് ഒക്കെ മാറ്റി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിങ്കിഷ് ലിപ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാക്ക് വീക്ക്ലി ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിലിടാം. പിന്നെ സ്ക്രബ്ബർ എന്നും ചെയ്യേണ്ട, വീക്ക്ലി 1 ടൈംസ് മാത്രം ചെയ്താൽ മതി. പാക്ക് വേണമെങ്കിൽ ഡെയിലി ഇടുന്നതിന് കുഴപ്പമില്ല. പിന്നെ വന്നിട്ട് വേണമെങ്കിൽ വീക്ക്ലി ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി എക്സ്ട്രാ കൊണ്ട് വേണമെങ്കിൽ ഫ്രിഡ്ജ് വെച്ച് സൂക്ഷിച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം എടുത്തിടാൻ വേണമെങ്കിൽ.
അപ്പോൾ എൻ്റെ പല്ലിലൊക്കെ അത്യാവശ്യം നല്ലോണം പറ്റിയിട്ടുണ്ട്. ഇനി 15 മിനിറ്റ് ആയിട്ട് നമുക്ക് കാണാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. 15 മിനിറ്റ് ആകുമ്പോൾ അത്യാവശ്യം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഭയങ്കരമായിട്ട് അമർത്തല്ല. ഒരു പാക്ക് നമ്മുടെ ചുണ്ടിൽ ഇച്ചിരിയും കൂടെ നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ. ഭയങ്കര തരിതരിപ്പില്ല, അതുകൊണ്ട് വലിയ സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റ് ഒന്നും കിട്ടത്തില്ല. പക്ഷേ എൻ്റെ പല്ലിലൊക്കെ നല്ലോണം ആയിട്ടുണ്ട്. എനിക്ക് പല്ല് കാണുമ്പോൾ ഒരുമാതിരി എന്ത് തോന്നുന്നു, എനിക്ക് ഏതോ ഒരു സിനിമയ്ക്കകത്ത് ഇതേ കണക്ക് ഒരു പല്ല് മാത്രം ഇങ്ങനെ കറുത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് റിമൂവ് ചെയ്ത് കാണിക്കുക. റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു റിസൾട്ടാണ് കിട്ടുന്നത്. ഒരു ഭയങ്കര ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു റിസൾട്ടാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ചുണ്ടിലെ ഡാർക്ക്നെസ്സൊക്കെ എന്ത് പെട്ടെന്ന് പോകുന്നത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഹോസ്റ്റലേഴ്സൊക്കെ ആണെങ്കിൽ വീട്ടിൽ വന്നിട്ട് പോകും ഇതേ കണക്ക് കുറച്ച് ഉലുവാപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ പൊടിച്ചിട്ട് പോയിട്ട് ആ ഹോസ്റ്റലിൽ ചെന്നിട്ട് കുറച്ച് ഹണിയും ഒരു നാരങ്ങ വാങ്ങിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ടിടാം. ഡെയിലി അപ്ലൈ ചെയ്ത് റിസൾട്ട് കിട്ടുന്ന അടിപൊളി പാക്കാണ്. അപ്പോൾ എന്തായാലും വാഷ് ചെയ്തിട്ട് വരുമ്പോൾ നല്ല ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ നല്ല റിസൾട്ടാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഈ വീഡിയോയുടെ ആദ്യം കാണുമ്പോഴുള്ള എൻ്റെ ഒരു ചുണ്ടും ഇപ്പോഴത്തെ എൻ്റെ ഒരു ചുണ്ടും കണ്ടാൽ ഭയങ്കര ഒരു ചേഞ്ചാണ് നമുക്ക് വന്നേക്കുന്നത്. പിന്നെ ചുണ്ട് നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ പല്ലിലൊക്കെ അത്യാവശ്യം പറ്റിയിട്ടുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ ഇനി ബ്രഷ് ചെയ്ത് കളയണം കേട്ടോ. പിന്നെ വന്നിട്ട് എന്തെങ്കിലും ലിപ് ബാം അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അത് മസ്റ്റാണ് കേട്ടോ. ലിപ് ബാം അപ്ലൈ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതേ കണക്ക് എന്തെങ്കിലും അലോവേറ ജെല്ലോ അല്ലെങ്കിൽ നമ്മുടെ നെയ്യ് എടുത്ത് അപ്ലൈ ചെയ്താൽ മതി. എനിക്ക് നെയ്യുടെ മണവും അതങ്ങോട്ട് എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അലോവേറ ജെൽ അപ്ലൈ ചെയ്തത്. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചുണ്ടി തുറമ്പോൾ ഭയങ്കര സോഫ്റ്റാണ്. ഭയങ്കര നല്ലപോലെ നമ്മുടെ ചുണ്ട് നല്ല പിങ്കിഷ് ലിപ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ക്യാമറയ്ക്കകത്ത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവുന്നതാണ്. ഞാനപ്പോൾ എൻ്റെ ചുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിന്നെയും ക്യാമറയ്ക്കകത്ത് നോക്കുകയാണ്. അപ്പോൾ എന്നാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ബൈ ഡിയേഴ്സ്, ടാറ്റാ.